ഇനി അരിപ്പൊടി വേണ്ട, നല്ല പഞ്ഞി പോലെ ഇടിയപ്പം ഉണ്ടാക്കാൻ. ഒരു ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2-3 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ കുതിർന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക, തരിയൊന്നും ഇല്ലാണ്ട്. നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നന്നായിട്ട് വേവിച്ചിട്ട് കുറുക്കിയിട്ട് കട്ടിയാക്കി എടുക്കണം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുകയാണ് നല്ലത്, അടി പിടിക്കില്ല. തീ മീഡിയം ഫ്ലെയിമിലിടുക, കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതങ്ങനെ കട്ടിയായിട്ട് വരുന്നുണ്ട്. നല്ലതുപോലെ കട്ടിയായി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ നല്ല ഷേപ്പാക്കി എടുക്കുക. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വീണ്ടും കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടിയപ്പം പ്രസ്സിലേക്ക് ഇട്ടിട്ട് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ്, സ്മൂത്താണ്, ഈസി ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവിയിൽ ഒരു 5 മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം നമ്മൾ തേങ്ങാപ്പാലോ അതിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള കറി കൂട്ടിയിട്ട് കഴിക്കാം.